നമസ്കാരം. 5 ആഴ്ച നീണ്ട കടുത്ത വ്യോമാക്രമണങ്ങൾ, സൈനിക നീക്കങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസത്തോടെ ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇറാന്റെ ആയുധപ്പുരകൾ തകർന്ന് തരിപ്പണമായി. പക്ഷേ ആ വാക്കുകൾക്ക് ചൂടാറും മുൻപേ ഭൂമിയുടെ മറുഭാഗത്ത് ഇസ്രയേലിൽ മിസൈലുകൾ മഴ പോലെ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ മിസൈലുകൾ വരുന്നത്? ട്രംപിന്റെ ആ പ്രഖ്യാപനം വെറും വാക്കായിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട വിവരങ്ങൾ മറ്റൊന്നായിരുന്നു. ഒരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലറിനെ വെല്ലുന്ന കഥയാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ആയിരക്കണക്കിന് ഡ്രോണുകളും ഒട്ടേറെ മിസൈൽ ലോഞ്ചറുകളും ഇപ്പോഴും ഇറാന്റെ പക്കൽ സുരക്ഷിതമാണ്. ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നാമമാത്രമായി ചുരുങ്ങിയെന്ന് അവകാശപ്പെട്ടെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ മറ്റൊന്നായിരുന്നു. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 50% ഇപ്പോഴും പ്രവർത്തനക്ഷമമാണത്രേ. ഇത് കേവലം മണ്ണടിഞ്ഞവ മാത്രമല്ല, ഭൂഗർഭ അറകളിൽ സമർത്ഥമായി മറഞ്ഞിരിക്കുന്നവ കൂടിയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നതിന്റെ പകുതിയോളം വരുന്ന ആയിരക്കണക്കിന് ഒറ്റയടിക്ക് ലക്ഷ്യം തകർക്കുന്ന ഡ്രോണുകൾ ഇപ്പോഴും അവരുടെ കൈവശമുണ്ട്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് വൻ ഭീഷണിയായി കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ക്രൂസ് മിസൈലുകൾ ബഹുഭൂരിപക്ഷവും തകർക്കപ്പെടാതെ കിടക്കുന്നു എന്നത് ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാൻ പതിറ്റാണ്ടുകളായി കൊത്തിയുണ്ടാക്കിയ ഭൂഗർഭ തുരങ്ക ശൃംഖലകളാണ് അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഭൂമിക്കടിയിലെ നിഗൂഢ അറകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൊബൈൽ ലോഞ്ചറുകൾ എളുപ്പത്തിൽ കണ്ടെത്താനോ നശിപ്പിക്കാനോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കുന്നില്ല. യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്ക നേരിട്ട അതേ വെല്ലുവിളിയുടെ തനിയാവർത്തനമാണ് ഇവിടെയും സംഭവിക്കുന്നത്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ ഇപ്പോഴും മേഖലയിലുടനീളം വൻ നാശം വിതയ്ക്കാൻ പ്രാപ്തരാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ഇതായിരുന്നു ആ വാക്കുകൾ. അതേസമയം ഇറാന്റെ അഭിമാന സ്തംഭമായിരുന്ന B-1 പാലം അമേരിക്കൻ വ്യോമാക്രമണത്തിൽ തകർത്തതിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ 8 പ്രധാന പാലങ്ങൾ തകർക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെയും ജോർദാനിലെയും 8 തന്ത്രപ്രധാനമായ പാലങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെയും കാരജിനെയും ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തൂക്കുപാലമായ B-1 അമേരിക്ക തകർത്ത് അതിനുള്ള മറുപടിയായിട്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ പാലങ്ങൾ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ഗൾഫിലുള്ള പ്രവാസികൾക്ക് ഇത് ആശങ്ക പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം 5 ആഴ്ചത്തെ തീവ്ര പോരാട്ടം കഴിഞ്ഞിട്ടും ഇറാന്റെ ഈ മിസൈൽ സാമ്രാജ്യം തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ഈ ശക്തികൾ ലോകത്തിനു മുന്നിൽ ഇനി എന്ത് അത്ഭുതങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്? എന്തായാലും ഭൂഗർഭ അറകളിൽ വളരെയധികം ആയുധങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും തീവണ്ടിപ്പാളം അടക്കമുള്ളവ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊന്നും ആരെ കൊണ്ടും തകർക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇറാൻ പണിതു വച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും അവർക്ക് ഭയമില്ലാത്തതിന് കാരണം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജരായിരിക്കാൻ ഇറാന്റെ സൈനിക മേധാവി അമീർ ഹത്താമി സൈനിക കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി. ശത്രുവിന്റെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി നിരീക്ഷിക്കാനും എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറായിരിക്കാനും അദ്ദേഹം ഓപ്പറേഷൻ യൂണിറ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ആഴ്ചകളിൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിയുണ്ടാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇറാൻ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്.